ഹിൽ പാലസ് മ്യൂസിയം സന്ദർശിച്ച് കോട്ടയം സ്നേഹക്കൂടിലെ അന്തേവാസികൾ കഴിഞ്ഞ ആഴ്ച എത്തിയപ്പോൾ സുരക്ഷാ ജീവനക്കാരനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ മോശം പെരുമാറ്റം കാരണം സംഘം മ്യൂസിയം കാണാതെ മടങ്ങിയിരുന്നു. തുടർന്ന് വിഷയത്തിൽ സർക്കാർ ഇടപെട്ടു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നേരിട്ടെത്തിയാണ് കോട്ടയം സ്നേഹക്കൂട് അഭയകേന്ദ്രത്തിലെ അംഗങ്ങളെ സ്വീകരിച്ചത്. കഴിഞ്ഞ ആഴ്ച ഹിൽ പാലസ് കാണാനെത്തിയ കോട്ടയം സ്നേഹക്കൂട് അഭയകേന്ദ്രത്തിലെ അന്തേവാസികൾ അവർക്കിപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒരു ദുരനുഭവം ഉണ്ടായിരുന്നു. അതിനൊരു വിഷമത്തിലാണ് അവർ മടങ്ങിയത്. എന്നാൽ അതിൽ സർക്കാരിനൊരു ഇടപെടൽ ഉണ്ടാവുന്നു. തുടർന്ന് ഇന്നിപ്പോൾ അവർ വീണ്ടും ഹിൽ പാലസ് സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് ഇന്നിപ്പോൾ അവരെ സ്വീകരിച്ചത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അടുത്ത ദിവസം ഞാനിവിടെ വരികയുണ്ടായി. ആ സംഭവത്തിന് കളമൊരുക്കിയ നിരുത്തരവാദപരമായി പെരുമാറിയ ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയെടുത്ത ഉടനെ തീരുമാനിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് തലത്തിലൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൂടി പ്രത്യേകമായ നിർദ്ദേശത്തോടു കൂടിയാണ് ഞാനിവിടെ എത്തി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇവരെ സ്വീകരിച്ചത്. ദുരനുഭവത്തിലുള്ള വേദനകളും പ്രയാസങ്ങളും എല്ലാം ക്ഷമിക്കണം, പൊറുക്കണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇത് പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പിലെ എല്ലാ ഇടങ്ങളിലും ഉണ്ടാകുന്ന സംഭവങ്ങളെ അല്ല, ഒരു വ്യക്തി കാണിച്ചിട്ടുള്ള കുറ്റകരമായ അനാസ്ഥയും പ്രവൃത്തിയുടെ കാരണമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായത്. ഇപ്പൊ ഇതിന്റെ സങ്കടം എല്ലാം തീർന്ന് സന്തോഷമായി. എല്ലാരും ഞങ്ങള് നമസ്കരിച്ചിരിക്കുന്നു. കുഴപ്പമൊന്നുമില്ല. എല്ലാവരോടും സന്തോഷമായി. എല്ലാവരോടും മാപ്പ് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ റീൽസ് ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ ഇവിടെ റീൽസ് ഒക്കെ എടുക്കാനുള്ള രീതിയിലേക്കാണ് വന്നത്. പക്ഷെ വിഷമത്തോടു കൂടിയിട്ടാണ് പോയത്. പക്ഷെ ഈ ഒരു തിരിച്ചുവരവ് ഞങ്ങളൊരു വിജയമായിട്ട് കാണുന്നു, ഞങ്ങളൊരു സന്തോഷമായിട്ട് കാണുന്നു. അപ്പം എന്റെ അച്ഛനമ്മമാർക്ക് ഇനി ഇതിൽ കൂടുതൽ ഒരു ആദരവും എവിടെ നിന്നും കിട്ടാനില്ല. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്, ഹാപ്പിയിലാണ്. ഞങ്ങളന്ന് വളരെ പ്രതീക്ഷയോട് വന്ന് ഞങ്ങൾക്ക് നിരാശയായെങ്കിലും ഇപ്പം ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കി തന്നതിൽ വളരെ സന്തോഷമാണ്. ഞങ്ങൾ അച്ഛനമ്മമാരെ എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും ഉള്ള രീതിയിലാണ് ഞങ്ങളുടെ മോള് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അന്നത്തെ വിഷമം ഞങ്ങളും വിട്ടു. ഇപ്പം ഞങ്ങൾ സന്തോഷമായിട്ട് എല്ലാം കണ്ട് ആസ്വദിച്ച് റീലുകളും എടുത്ത് സന്തോഷമായിട്ട് പോകും. ഇവരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നിപ്പോൾ. ആ ഒരു കഴിഞ്ഞ സങ്കടം മറന്നുകൊണ്ട് അവർ ആ ഒരു കാഴ്ചകൾ കാണാനായിട്ട് ആസ്വദിക്കാൻ എത്തിയിരിക്കുന്നു. അവരുടെ കാഴ്ചകളിലേക്ക് ഇനി അവർ യാത്രയാവുകയാണ്. ജോയ്സിയാറിനൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.